ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ഒരു മുത്തശ്ശിക്കഥ എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുള്ള സിനിമാ താരം രജനി ചാണ്ടി. ഒപ്പം പുതിയ ചിത്രം ഗാന്ധിനഗറിൽ ഉണ്ണിയാർച്ച എന്ന പുതിയ ചിത്രത്തിൻ്റെ നിർമ്മാതാവും ഒപ്പം അതിലെ അഭിനേതാവ് കൂടിയായിട്ടുള്ള നജീബും ആണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. ഇരുവർക്കും മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ രജനി ചാണ്ടിയിലേക്ക് തന്നെ വരാം. ഒരു മുത്തശ്ശിക്കഥ പ്രേക്ഷകർ നെഞ്ചിലേറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഒരു ഗാന്ധിനഗറിലെ ഉണ്ണിയാർച്ച എന്ന ഒരു ചിത്രം കൂടി ഇറങ്ങുന്നു. ശരിക്കും കഴിഞ്ഞ മുത്തശ്ശിക്കഥയിലെ അതേ ഒരു കഥാപാത്രത്തിൻ്റെക്കാളും കൂടിയ ഒരു കഥാപാത്രമാണോ, അല്ലെങ്കിൽ ഗാന്ധിനഗറിലെ ഉണ്ണിയാർച്ച എന്ന കഥാപാത്രത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മുത്തശ്ശിക്കഥ ഒരു വ്യത്യസ്തമായ, ആക്ച്വലി ഒരു ആ പ്രായത്തിലുള്ള ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു വലിയൊരു സംഭവമായിട്ട് ഇറങ്ങിയ ഒരു മൂവിയാണ്. ഇതിനകത്ത് ഈ ഗാന്ധിനഗർ ഉണ്ണിയാർച്ചയിൽ ഞാനൊരു ചട്ടമ്പി ആയിട്ടാണ്. മറ്റതിനകത്ത് ഞാനൊരു അമ്മായിയമ്മ, ഭയങ്കര അമ്മായിയമ്മയാണെങ്കിൽ ഇതിനകത്ത് നാട്ടുകാരെ വിറപ്പിക്കുന്ന ഒരു ചട്ടമ്പി ആയിട്ടാണ് ഇതിനകത്ത് തന്നെ കാണിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ചിത്രത്തിൻ്റെ ട്രെയിലർ ഒന്ന് ആദ്യം തന്നെ കാണാം. കണ്ടുകളയാം. ആരടാ ഈ ഉണ്ണിയാർച്ച? ഇന്നിവിടെ നാശകോശമാകും. ട്രെയിലർ കാണുന്നത് പോലെ തന്നെ ഒരു നല്ലൊരു ഉണ്ണിയാർച്ച തന്നെയാണ് എന്ന് തോന്നുന്നു. അതെ, വില്ലന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന അവിടെ കൊണ്ടായില്ല, ഇനിയുണ്ട് അതിനകത്ത് കുറെ. അതെ, ആ കഥാപാത്രത്തെ കുറിച്ച് ഒന്ന് പറയാമോ? അതാണ് മെയിനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നല്ല ലേഡിയാണ്, പക്ഷേ ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ളൊരു ഇമ്പ്രഷൻ ഞാനൊരു ഭയങ്കര സാധനമാണെന്ന്. എൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴാണ് പലരും ഞാൻ അവരോട് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് അവർ പുറത്തേക്ക് പറയുന്നത്. അതുവരെ അത് ആർക്കും അറിയില്ല. അതൊരു രഹസ്യമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സഹായങ്ങളാണ്. അത് പിന്നീടാണ് ആൾക്കാർ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴത്തേനും സമയം കഴിഞ്ഞു പോയി. രജനി ചാണ്ടി എന്ന ഒരു ആക്ടറിലേക്ക് ഉള്ള വരവെന്ന് പറയാമോ? ശരിക്കും മുത്തശ്ശി കഥയിലേക്ക് വന്നു, അതിന് പിന്നിലുള്ള ബാക്ക്ഗ്രൗണ്ടോട് കൂടി അറിയാനായിട്ട്. ഞാൻ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ മുത്തശ്ശി കഥയിലേക്ക് വന്നത്. ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് ഒരു നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്തിരുന്ന ബോംബെയിലായിരുന്നു. ഒരു ഇൻ്റർനാഷണൽ ബാങ്കിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന മനുഷ്യൻ. അപ്പം ഞാൻ അങ്ങനെയുടെ ഒരു ഡെക്കറേഷനായിട്ട് കൂടെ നടന്നിരുന്ന ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ 1995 ആലുവിലേക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സെറ്റിൽ ചെയ്തിട്ട് വരുന്നത്. ഒരു 21 വർഷത്തോളം ഞാനിവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആക്ച്വലി പ്രേമം സിനിമയിൽ ഞാൻ നിവിൻ്റെ അമ്മയുടെ സൗണ്ട് കൊടുത്തിരിക്കുന്നത് ഞാനാണ്. അപ്പോൾ ആ പിള്ളേർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട് ആ പിള്ളേരാണ് എന്നെക്കുറിച്ച്, മഞ്ജു എന്ന് പറഞ്ഞൊരു പയ്യനാണ് ജൂഡിനോട് എന്നെക്കുറിച്ച് പറഞ്ഞതും ജൂഡ് എന്നെ കാണാൻ വന്നതും അപ്രതീക്ഷിതമായിട്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോഡലിങ്ങിന് ഞാൻ ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. മോഡലിങ്ങിന് ഞാൻ എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ തലമുടി നരച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വയസ്സായ പിന്നെ തലമുടി നരക്കില്ലേ എന്ന് ഞാനും പറഞ്ഞു. പക്ഷേ എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നെനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര ഹെൽത്ത് ഫ്രീക്കാണ്. എപ്പോഴും എക്സസൈസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഫിറ്റാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് പ്രായമായി, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരു ജോലി, ഞാൻ പ്രായമായി എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലാത്ത ആളാണ്. അതെ, അല്ല, വീട്ടിൽ ഒതുങ്ങിക്കൂടുമ്പോൾ വീടും പരിസരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് നിർമ്മാതാവും ഒപ്പം അഭിനേതാവുമായിട്ട്. ഓക്കെ, എന്താണ് ഈ അഭിനേതാവും നിർമ്മാതാവുമായിട്ടുള്ള കടന്നുവരവിൽ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇത് നമ്മൾ സാജുകൂടിയൻ സാറിൻ്റെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചേച്ചിയാണ് ഫസ്റ്റ് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇതിൽ ചെറിയൊരു വേഷം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് അഭിനയ രംഗത്ത് എത്തുന്നത്. നജീബിന് ഇതിനോട് താല്പര്യം പ്രത്യേകമായിട്ടുണ്ട്. പുള്ളി ഈ ഫീൽഡിലാണ് ആക്ച്വലി. സോഷ്യൽ ഞാൻ ഓൾറെഡി മീഡിയ ഫീൽഡിലാണ്. കാസർഗോഡ് മീഡിയ സിറ്റി അഡ്വർടൈസിങ് കമ്പനി കാര്യങ്ങൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. ശരിക്കും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നജീബ് വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു പയ്യനാണ്. ഇതിൻ്റെ എല്ലാ വർക്കും നജീബാണ് ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രൊഡക്ഷൻ്റെ ഓർത്തും
എന്ത് എന്ത് വേഷത്തിലാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്? ഇതിൽ ചേച്ചിയുടെ ഒരു വിലങ്കയായിട്ടാണ് മൊത്തത്തിൽ എൻ്റെ ബോഡിഗാർഡ്. ബോഡിഗാർഡാണ്. ചേച്ചി നന്നായിട്ട് ഇതിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെന്നൈ ടീമായിരുന്നു ഫൈറ്റിങ്ങിനൊക്കെ വന്നത്. അപ്പോൾ ഡ്യൂപ്പിനോ ഇല്ലാതെ തന്നെ ചേച്ചി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ. അതുപോലെ തന്നെ ഇതിൽ ക്യാമറ ചെയ്തിരിക്കുന്നത് വിപിൻ മോഹൻ സാറാണ്. പിന്നെ BGM ബിജിപാൽ സാറ്, സാറിൻ്റെ BGM. പിന്നെ അങ്ങനെ കുറേ ആർട്ടിസ്റ്റ് ഇതിലുണ്ട്. ടെക്നീഷ്യൻസ് എല്ലാം നല്ല എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ്. ഓക്കെ, വീണ്ടും രാജിനി ചാണ്ടിയിലേക്ക് വരുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ഫൈറ്റ് സീനൊക്കെ ചെയ്യുക ഒരു കലിപ്പ് സീനിലേക്ക് വരുന്ന ഒരു കലാകാരിയായിട്ട് മാറുകയാണ്. എങ്ങനെയാണ് ശരിക്കും ഇതൊക്കെ നടക്കുന്നത്? ശരി അല്ല, എനിക്ക് എപ്പോഴും ഒരു ചലഞ്ച് എപ്പോഴും ഇഷ്ടമാണ്. ഇന്നത് ചെയ്യില്ല എന്ന് ഞാൻ എൻ്റെ നിഘണ്ടുവിൽ വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. കാരണം ഈ പ്രായമായി ചെയ്യാൻ പാടില്ല, ചെയ്യരുതെന്ന് എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ മാപ്പിള എപ്പോഴും പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഹാബിറ്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരാൾ വീഴാൻ പോവുകയാണെങ്കിൽ അയ്യോ എനിക്ക് പ്രായമായി അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് നോക്കി നിൽക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡല്ല എൻ്റെത്. അപ്പോൾ ഞാൻ ഓടി ചെന്ന് ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഏത് ചലഞ്ചും ചെയ്യും. ഞാൻ ചെയ്യില്ല. ഇപ്പോൾ ഈയിടെയാണ് ഞാൻ ബുള്ളറ്റിൻ്റെ ലൈസൻസ് എടുത്തു. 66-ാമത്തെ വയസ്സിൽ ബുള്ളറ്റിൻ്റെ ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ അതൊരു ചലഞ്ചാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നത് ചെയ്യില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡല്ല. എനിക്ക് എന്തും ചെയ്യും, ഞാൻ എൻ്റെ മുമ്പിൽ എന്ത് വന്നാലും ഞാൻ ചെയ്യും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടായിരുന്നായിരിക്കും എനിക്ക് ഫൈറ്റ് വന്നപ്പോഴും വലിയൊരു പ്രശ്നമൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റും. ഗാന്ധിനഗറിലെ ഉണ്ണിയാർച്ച തുടക്കം മുതൽ അവസാനം വരെ ആ ഉണ്ണിയാർച്ചയായിട്ട് തന്നെയാണോ പോകുന്നത്, അല്ലെങ്കിൽ അതൊരു ഭാവമാറ്റങ്ങൾ അതെങ്ങനെയാണ്? ശരി, കഥാപാത്രത്തെ ഒന്ന് പറയാമോ? ഉണ്ണിയാർച്ചയായിട്ട് തന്നെയാണ് പോകുന്നത്. അത് ആക്ച്വലി എൻ്റെ പേര് അതിനകത്ത് ചിന്നമ്മ എന്നാണ്. അപ്പോൾ ഞാനൊരു സിമ്പിളായ ഒരു ഹൗസ് വൈഫായിട്ട് ജീവിച്ചിരുന്ന എൻ്റെ പ്രശ്നങ്ങളാണ് എന്നെ ഒരു ചട്ടമ്പിയാക്കി മാറ്റിയത്. ചട്ടമ്പി ആയതോടുകൂടിയാണ് അവരെന്നെ ആദ്യം ആർച്ച എന്ന് പേരിട്ടു, പിന്നെ അത് ഉണ്ണിയാർച്ചയായി. അങ്ങനെയാണ് ഞാൻ ഉണ്ണിയാർച്ചയിലേക്ക് വന്നത്. പിന്നെ അവസാനിക്കുന്നത് അതിൻ്റേതായ പ്രോബ്ലംസിലാണ് ആ സിനിമ അവസാനിക്കുന്നത്. അത് എല്ലാവരും നേരിട്ട് കാണുകയാണ്. ഫസ്റ്റ് ഹാഫ് വരെ കോമഡി സീക്വൻസ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് സസ്പെൻസ് ആയിട്ട് പോകുന്നുണ്ട്. ഒരു കൊല നടക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ അന്വേഷണം കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. ആക്ച്വലി സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോഴാണ് സിനിമയുടെ സിനിമ ഒരു സീരിയസ് ആയിട്ട് ഒരു ഇതിലാണ് പോകുന്നതെന്നാണ് സാജുക്കുടിയൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുള്ളത്. ഹാസ്യത്തിന് മേമ്പൊടിയായിട്ട് ഹാസ്യമുണ്ടെങ്കിലും ശരിക്കും ഒരു സീരിയസ് ആയിട്ടുള്ള ചിത്രമാണ്. സീരിയസ് ആയിട്ട് അത് ഇന്റർവെൽ കഴിഞ്ഞാണ് ആ സീരിയസ്നെസ്സിലേക്ക് കടക്കുന്നത്. സീരിയസ്നെസ് പ്രഷർ ഫീൽ ചെയ്യുക ഇന്റർവെല്ലിന് ശേഷമാണ്. സീരിയസ്നെസ്സിലേക്ക് കടന്നു കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് സിനിമ തീർന്നു പോയി. കോട്ടയം നസീർക്കാക്ക് ത്രൂ ഔട്ട് സീരിയസ് വേഷമാണ്. മൂപ്പര് ഇതിനു മുമ്പ് ചെയ്തതെല്ലാം കോമഡി അറ്റാച്ച്ഡ് ആയിരുന്നു. നസീർ നല്ലപോലെ അഭിനയിച്ചു. നല്ലപോലെ ഇതിൽ സീരിയസ് ത്രൂ ഔട്ട് സീരിയസ് വേഷമാണ്. അതുപോലെ തന്നെ നമ്മളെ പിഷാരടി ചേട്ടൻ, നോബി, പിന്നെ പുതുമുഖ ഹരീഷ് ഇന്നസെന്റ് ഏട്ടന്, ശശി കലിംഗ സാറ്, കുറേ ആൾക്കാർ ഇതിൽ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സാജുക്കുടിയൻ സൂചിപ്പിച്ചതുപോലെ സാജുക്കുടിയനെ പോലുള്ള മിമിക്രി ആ കലാരംഗത്തു നിന്നും സിനിമയിലേക്ക് വന്നു ഈ ചുരുങ്ങിയ സമയത്ത്. ഇപ്പം ഹലോ ദുബായ്ക്കാരൻ അടക്കമുള്ള സിനിമകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഡയറക്ടേഴ്സ് എല്ലാം ഈ മിമിക്രി രംഗത്ത് നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ സാജുക്കുടിയനും ഈ തരത്തിൽ ഇതിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ലൊക്കേഷനിലൊക്കെ? മിമിക്രി രംഗത്തു നിന്നും സിനിമയിലേക്കുള്ള കടന്നു വരവ്. സാജുക്കുടിയൻ്റെ ഇത് ആക്ച്വലി മൂന്നാമത്തെ സിനിമയാണ്. ഇത് ഗാന്ധിനഗറിൽ ഉണ്ണിയാർച്ച. ഇതിൽ ത്രൂ ഔട്ട് നമ്മളെ ലൊക്കേഷനിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഡയറക്റ്റായിട്ട് ഡിസ്കഷൻ നടത്താനും അതിൻ്റെ കറക്ഷൻസ് കാര്യങ്ങൾ ചെയ്യാനും ഫുൾ ടൈം അവിടെ തന്നെയായിരുന്നു സാജുക്കുടിയൻ സാർ. എന്തെല്ലാം ഇങ്ങനെ വലിയൊരു സിനിമ എന്നല്ല, ഫാമിലി ആയിട്ട് പോയിരുന്ന് നമുക്കൊരു 2 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ സിനിമയാണ്. ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു ചിത്രത്തിൻ്റെ? ഒറ്റപ്പാലത്തായിരുന്നല്ലേ? മറ്റ് അണിയറ പ്രവർത്തകരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ചിത്രത്തിൻ്റെ ക്യാമറ വിപിൻ മോഹനാണ്. ജയേഷ് മേനാകപ്പള്ളിയാണ്. പുള്ളി ശ്രീകുമാരൻ തമ്പിയുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളിയുടെ ആദ്യത്തെ ഫിലിമാണ്. പിന്നെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ദിലീപ് ഡെന്നിസാണ്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കര. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഇതിലുണ്ട്. ഓക്കെ, നമുക്ക് ചിത്രത്തിൻ്റെ ഒരു സോങ് കണ്ടിട്ട് തിരിച്ചു വരാം.
ആർച്ച വരുന്നേ ചെമ്പുലിയായി ചീറി വരുന്നേ അറ്റം ബോംബ ചാട്ടുളി അമ്പ ഏറ്റാൽ തീർന്നേൻ മാറിനടാ പറന്നൊര തട്ട് ചാടി മറിഞ്ഞിട്ട് ഉടനടി മുടി ഉറുമിയിൽ വെട്ട് ആർച്ചയിടി വെട്ട് ഉടക്കി നിന്നാൽ പൊടി പരിവത്തിൽ ചവിറ്റുകൊട്ടേൽ ഉടനടി തള്ളും കൊടുമുടി കയറണ കളം ഇത് കളി ഇത് കഥ ഇത് തുടരണ ആർച്ച വരുന്നേ ചെമ്പുലിയായി ചീറി വരുന്നേ അറ്റം ബോംബ ചാട്ടുളി അമ്പ ഏറ്റാൽ തീർന്നേൻ മാറിനടാ ചട്ടമ്പിക്കൂട്ടങ്ങൾ 100 നേരെ വന്നാൽ പുല്ല പിന്നല്ല കോടിരം ചെങ്കോലും ഇല്ലേലും രാജാവാണിയാർച്ച തേർവാഴ്ച ഗ്രാമത്തിൽ എന്തിനും ഏതിനും മുന്നിൽ കാണും മാർച്ച ഉണ്ണിയാർച്ച ഇവളരികല പുറമേയൊരു തീയലയായി ഉയരും. ഒരു മുത്തശ്ശി കഥയിലും ഒരു മദ്യപാനിയാണ്, ഇപ്പോൾ ഇതിലും മദ്യപാനിയാണ്. ജീവിതത്തിൽ ഇങ്ങനെയാണോ? അടുത്തല്ലെങ്കിൽ ആക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും ഒരു എന്താ പറയുക, മുത്തശ്ശി കഥയിലും ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്തരത്തിൽ ആ മദ്യപാനം. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിലും അതുപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതാകെ ഈ ഒരു പാട്ട് സീനിൽ മാത്രം ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. അപ്പം ഞാനിപ്പോൾ പറയായിരുന്നു നജീബിനോട്, അല്ല 2 പെഗ്ഗൊക്കെ കുടിപ്പിച്ചാൽ മതിയായിരുന്നു, ഇത്രയും കുടിപ്പിക്കേണ്ട കാര്യമില്ല, ഉള്ള കട്ടൻ ചായ. അതെ അതെ. ഇതിനകത്ത് ഹരീഷ് നാരായണൻ എന്ന ഒരു അല്ലേ നന്നായിട്ട് ഹരീഷ് കണാരൻ നല്ലൊരു വേഷമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഖാദർ ഖാൻ എന്ന കഥാപാത്രമാണ്. പ്രസ് മുതലാളിയായിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂപ്പര ഇപ്പോൾ ഉള്ള മലയാള സിനിമയിൽ ഒരെണ്ണം പോലും അദ്ദേഹം ഇല്ലാതെ ഒരു സിനിമ ഇറങ്ങുന്നില്ല. അങ്ങനത്തെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ പിന്നെ നല്ലൊരു വേഷം ചെയ്തിരിക്കുന്ന കൊച്ചു പ്രേമേട്ടനാണ്. മൂപ്പരതും നല്ലൊരു വേഷമാണ്. ഹരീഷ് കണാരനെ കുറിച്ച് പറയുമ്പോൾ മറ്റ് പഴയകാല സിനിമകളിലേക്ക് തോന്നുമെങ്കിൽ ജഗതി ശ്രീകുമാർ അടക്കമുള്ള ആളുകളൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിന്നിരുന്ന പോലെ ഇപ്പം വീണ്ടും ഹരീഷ് കണാരനെ ജഗതി ചേട്ടൻ്റെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തത് ആക്ച്വലി ഹരീഷ് തോന്നുന്നു. കാരണം നാച്ചുറൽ ആയിട്ടുള്ള കോമഡീസിന് കൂടുതൽ. പിന്നെ നോബി ചേട്ടനുണ്ട്. നോബി ചേട്ടനും ഇതിൽ നന്നായിട്ടൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഓവറോൾ ചിത്രത്തെ കുറിച്ചിട്ട് എന്താണ് പിന്നെ പറയാനുള്ളത്? ചിത്രത്തെ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഇത് വലിയൊരു സിനിമ എന്ന് പറഞ്ഞിട്ടല്ല, ഫാമിലി ആയിട്ട് പോയിരുന്ന് കണ്ട് നമുക്കൊരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാവുന്ന ഒരു നല്ലൊരു സിനിമയാണെന്ന് ഞാൻ പറയുള്ളൂ. അത് വലിയൊരു സിനിമയാണെന്ന് ഞാൻ എന്തായാലും പറയില്ല. അതേസമയം നമുക്ക് ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാവുന്ന നല്ലൊരു സിനിമയാണ്. രാജൻ ചാണ്ടിക്ക് പുതിയ പ്രൊജക്റ്റുകളൊക്കെ എന്തൊക്കെയാണ് ഇനി? ഇപ്പം ഞാൻ ഒരു സിനിമ എടുത്തിട്ടുണ്ട്. അത് ഷൂട്ടിംഗ് 20-ാം തീയതി തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു ആംഗ്ലോ ഇന്ത്യൻ മുത്തശ്ശിയായിട്ട് മനു. അത് മുത്തശ്ശിയാണ്. അതിനകത്ത് അഭിനയിക്കുന്നത് മെക്സിക്കൻ അപാരതയിലെ മനു ആണ് എൻ്റെ ഗ്രാൻഡ് സൺ ആയിട്ട് അഭിനയിക്കുക. സിനിമയുടെ പേര് ഗാഗുൽത്ത ലൂക്ക 2334. അതായത് ലൂക്ക 2334 എന്ന് പറയുന്നത് ബൈബിളിലെ ലൂക്ക എഴുതിയ 23-ാമത്തെ അങ്ങനെ ഒരു ഇതാണ്. അത് കർത്താവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. അതാണ് അതിൻ്റെ കഥ. അത് ഇത് പറഞ്ഞൊരു സ്വല്പം ഹൊറർ മൂവി ടൈപ്പാണെന്ന് തോന്നുന്നു.
ഇപ്പം 2 ചിത്രങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആളുകളുടെയൊക്കെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് ശരിക്കും കിട്ടുന്നത്? മുത്തശ്ശി കഥ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടിയ റെസ്പോൺസ് ഭയങ്കരമാണ്. ഇന്നലെ ഇപ്പോൾ ഞങ്ങൾ സിനിമ കാണാൻ പോയിരുന്നപ്പോഴും കൊച്ചു പിള്ളേരടക്കം, അതാണ് എനിക്ക് അതിശയം. കൊച്ചു പിള്ളേർക്കാണ് എന്നെ ഇഷ്ടമെന്ന് പറയുമ്പോൾ എനിക്ക് അതൊരു അതിശയടാ. മുത്തശ്ശിയാണല്ലോ ശരിക്കും കൊച്ചുകുട്ടികളാകെ. അല്ല, ഞാൻ അവരെ ഇതിനകത്ത് തല്ലിയും വഴക്കും ഒക്കെ പറഞ്ഞു നടന്നിട്ടും പിള്ളേർക്ക് എന്തുകൊണ്ടാണ് അത് ഇഷ്ടമെന്ന്. അഡ്വർടൈസ്മെന്റിലും ചേച്ചിയുടെ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതെ. അല്ല മുത്തശ്ശി കഥയിൽ പിള്ളേർ ഭയങ്കര റെസ്പോൺസാണ്. പിന്നെ ഇപ്പം പറഞ്ഞ മാതിരി ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. പല പിള്ളേരും വന്നിട്ട് ഒരു സെൽഫി എടുത്തോട്ടെ എൻ്റെ അമ്മീനെ കാണിക്കാൻ അല്ലെങ്കിൽ മമ്മീനെ കാണിക്കാൻ. ഇന്നലെ ലുലുമാളില് ആരാധകരെ ശല്യമായിരുന്നു ചേച്ചി. അതെ, കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര ഞാൻ എപ്പോഴും ഞാൻ പറയും ജൂഡിനെ എനിക്ക് ഒരു തരത്തിലും മറക്കാൻ പറ്റില്ല. കാരണം ഒന്നും അറിയാൻ പാടില്ലാത്ത എന്നെ, എനിക്ക് സിനിമയെക്കുറിച്ച് ഒന്നും അറിയില്ല, അങ്ങനെ അറിയാത്ത, ഇപ്പം മോഹൻലാൽ പറയുന്നവരെ ഞാൻ കുട്ടിയായിരുന്നു, ഒന്നും അറിയില്ല, കുട്ടിയായിരുന്നു. ആ എന്നെ ഇത്രയും ഒരു പൊസിഷനിലേക്ക് ആക്കിയത് ജൂഡ് മാത്രമാണ്. കാരണം ജൂഡിൻ്റെ കോൺഫിഡൻസ്, ജൂഡിൻ്റെ ഒരു ഡയറക്ഷൻ, ഹാറ്റ്സ് ഓഫ് ടു ഹിം. വീണ്ടും ഇതിൽ നിർമ്മാതാവിലേക്ക് വരുമ്പം ഇനി പുതിയ ചിത്രങ്ങൾ വല്ലതും ഉണ്ടോ ഉടനെ വല്ലതും? ഇല്ല, ഇതിന്റെ റെസ്പോൺസ് നോക്കിയിട്ടുള്ള അടുത്ത പ്ലാനിങ് ഉണ്ട്. റെസ്പോൺസ് കുഴപ്പമില്ല. അല്ല, നല്ല റെസ്പോൺസ് ആണ്. അപ്പോൾ പ്രൊജക്റ്റൊക്കെ കുറേ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം തന്നെ കുറേ സ്ക്രിപ്റ്റെല്ലാം വായന കഴിഞ്ഞതാണ്. ഒരു സിനിമ ഉണ്ടാക്കി അത് പുറത്ത് കൊണ്ടുവരാമെന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പം എനിക്ക് തോന്നുന്നു നജീബിനെ ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തൊന്ന് റിലാക്സ് ചെയ്ത്, ഈയിടെ 4ാമതൊരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിട്ടുണ്ട്, അതിനെ കാണാൻ പോലും നേരം കിട്ടിയിട്ടില്ല. 4-ാം തീയതി ആയിരുന്നു ഡെലിവറി. അത് കഴിഞ്ഞ ശേഷം നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ചിത്രത്തിലെ ഒരു സോങ് കൂടെ ഒന്ന് കാണാം. ഈ ഗാനത്തെക്കുറിച്ച് പറയുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കോട്ടയം നസീർ ആദ്യമായിട്ട് പിന്നണി പാടിയിട്ടുള്ള ഗാനമാണ്. പിന്നെ ഒരു ഇൻസിഡൻ്റ് അല്ലേ, ഒരു തവക്കള, ഞാനത്തെ ഒരു മെയിൻ ക്യാരക്ടറാണ് തവക്കള. പുള്ളിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി 37 വർഷം കഴിഞ്ഞിട്ടാൻ പറ്റിയാണ് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വന്നത്. ഞങ്ങളുടെ സിനിമ കഴിഞ്ഞ് 2 ദിവസം 3 ദിവസത്തിനകം പുള്ളി തിരിച്ച് നാട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് മരിച്ചു പോവായത്. ഭയങ്കര ജോളിയായിട്ടുള്ളൊരു പേഴ്സണായിരുന്നു. ആക്ച്വലി ഇതിനകത്ത് അഭിനയിക്കുന്ന എല്ലാവരെയും തന്നെ, എന്നെ ഇല്ലാന്ന് തോന്നുന്നു, എല്ലാവരെയും തന്നെ പുള്ളി മിമിക്രി ചെയ്യുകയും ഏത് നേരം വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരുടെയും കൈ അടുക്ക വന്ന്. പ്രേം നസീറിന്റെ കൂടെ മലയാളത്തിൽ അഭിനയിച്ച പുള്ളിയാണ്. ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് ഏകദേശം 3 ദിവസം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയത്. അത് ആ വിയോഗം സെറ്റിലുള്ളവർക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ഫീലിങ്സ് ആണ് ശരിക്കും. അപ്പം കോട്ടയം നസീർ ഖാന്റെ മലയാള ഫിലിമിലെ ആദ്യം ആയിട്ട് പാടിയതാണ് നമ്മളെ ഗാന്ധിനഗർ ഉണ്ണിയാർച്ചയിലാണ് ആദ്യമായിട്ട് പാടിയിട്ടുള്ളത്. അതിൽ ഭാർഗവി നീ ഇപ്പോൾ പ്ലേ ചെയ്ത സോങ് പാടിയിരിക്കുന്നത് കോട്ടയം നസീർ ഖാൻ. അതെ, ആ ഗാനം വളരെ രസമാണ്. ശരിക്കും കോമഡി ചെയ്തുകൊണ്ടിരുന്ന ഒരാള് അഭിനേതാവും ഒപ്പം ഇങ്ങനെ ഗാന രംഗത്തോട്ടെല്ലാം കടന്നു വരുന്നത് ശരിക്കും നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് നസീറിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഒരു കോമഡിയുടെ യാതൊരു ചൊവയില്ലാതെ നല്ല സീരിയസ് റോളാണ്. നല്ല സീരിയസ്. നസീർ ഖാൻ അതിലുള്ളത് ജഗടയാണ് ഫുൾ ടൈം. ഞങ്ങൾ തമ്മിലായിരുന്നു കൊമ്പ്. അതെ. ഓക്കെ, നമുക്ക് അവസാനമായിട്ട് നമ്മുടെ ചിത്രത്തെ കുറിച്ചിട്ട് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വലിയൊരു സിനിമയാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഫാമിലിക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമ. എല്ലാവരും പോയി കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. നിർമ്മാതാവിന് എന്താണ് പറയാനുള്ളത്? ഈ സിനിമ ഫാമിലി ഓറിയൻറ്റഡ് ആണെന്ന് ചേച്ചി പറഞ്ഞില്ലേ, നമുക്ക് ക്ലീൻ യു സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കോമഡി ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, അതേപോലെ സോങ്സ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ശരിക്കും ഒരു കുടുംബ ചിത്രമാണ്. ഹാസിദ് മേമ്പൊടിയാണെങ്കിൽ തന്നെയും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഇതെന്നാണ് ഇവരുടെ അഭിപ്രായത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ചിത്രത്തിൻ്റെ റെസ്പോൺസും എല്ലാം അങ്ങനെ തന്നെയാണ്. എന്തായാലും ഗാന്ധിനഗറിലെ ഉണ്ണിയാർച്ച ഒരു വൻ വിജയമായി തീരട്ടെ. രാജിനി ചാണ്ടി ഒപ്പം നിർമ്മാതാവുമാണ് നമ്മുടെ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകൾക്ക്, അണിയറ പ്രവർത്തകർക്കെല്ലാം ശരിക്കും ആ വിജയം ആഘോഷിക്കാൻ സാധിക്കട്ടെ. പിന്നെ വരും നാളുകളിലും രാജിനി ചാണ്ടി ഒരു എന്താ പറയുക, പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഇങ്ങനെ എടുത്തു വച്ചിട്ടുണ്ട്. വീണ്ടും മുത്തശ്ശിയായിട്ട് തന്നെയാണ് എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും വരും നാളുകളിൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവളായിട്ട് തന്നെ വീണ്ടും തുടർന്ന് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചിത്രത്തിൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓക്കെ, മോർണിംഗ് റിപ്പോർട്ടർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.